ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഇതേ ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നോമിനേഷൻ പ്രക്രിയ അവിടെ ഇപ്പോൾ നടന്നു. ആ നോമിനേഷനിൽ കുറേ ആൾക്കാർ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ശൈത്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. കാരണം ഈ പെൺകുട്ടി ഇതിന് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ ഈ പെൺകുട്ടിയുടെ അമ്മയും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുകയും അതിലെങ്ങാണ്ട് 5ാമത് സ്ഥാനം അങ്ങനെ കിട്ടിയതിനെ തുടർന്ന് അവർ ആ അവതരിപ്പിച്ച അവതാരകരായ വ്യക്തികളെ കുറിച്ച് മോശമായി സംസാരിക്കുകയും പല ഇൻ്റർവ്യൂകൾ കൊടുക്കുകയൊക്കെ നമ്മളെല്ലാവരും പല യൂട്യൂബ് ചാനൽ വഴി നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു അഡ്വക്കേറ്റാണ്. അന്നേരം ഈ പുള്ളിക്കാരി ബിഗ് ബോസിൽ വന്ന് ഇപ്പം അവിടെ ഇത്രയും വലിയൊരു ഗെയിം കളിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതായിരുന്നു ഇത് ശരിക്കും ഈ ഒരു വ്യക്തി ഈ ബിഗ് ബോസിൽ വന്ന് നിന്നാൽ കളിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അന്നേ വ്യക്തമായതാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് ഒരു 8ഓളം പേര് നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 8 പേരോളം ആ പുള്ളിക്കാരിയെ നോമിനേഷൻ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റൊക്കെ എന്തെങ്കിലുണ്ട്. ഞാനെല്ലാം എഴുതി വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി 8 പേരോളം നമ്മുടെ ഈ കുട്ടീനെ നോമിനേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രേണുവിനും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മുൻഷി എന്ന് പറഞ്ഞ ആ വ്യക്തിക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഗെയിം കളിക്കാൻ ചെല്ലുന്ന വ്യക്തികളെ കാണുമ്പോൾ നമുക്കറിയാം ഇത് അവരോട് നിന്ന് ഗെയിം കളിക്കുകയോ ഇല്ലേന്ന്. അതുപോലെ കുറേ പുതിയ ടാസ്കും കാര്യങ്ങളും എല്ലാം അവർക്ക് വരുന്നുണ്ട്. അവരുടെ ഡ്രസ്സ് പോലും പുതിയ ടാസ്കിലൂടെ മാത്രമേ അവരുടെ ഡ്രസ്സ് പോലും അവർക്ക് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില മനുഷ്യർ ഗെയിമാന്ന് അറിഞ്ഞിട്ട് പോലും അതിൻ്റെ സീരിയസ് മനസ്സിലാക്കാതെ പല ഒരു ആസും മൂസ്. കാരണം ഇത് ഞങ്ങളെ ഒന്നും ബാധിക്കുന്നതല്ല. ഞങ്ങളിവിടെ ഈ ഒരു പ്രഷറിന് മുമ്പിൽ ചുമ്മാ വന്ന് അഭിനയിക്കാൻ നിൽക്കുന്ന മാതിരിയാണ് എനിക്ക് ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഫീലായത്. അതിൽ എടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ അഭിലാഷിൻ്റെ. കാരണം ഞാൻ ആ പുള്ളിക്കാരനെ വെച്ചിട്ട് സപ്പോർട്ട് സംസാരിച്ചതാണ്. പക്ഷേ എനിക്കെന്തോ ഇവിടെ ഒരു പുള്ളിക്കാർക്കും ഒരു കളിയാക്കൽ എന്നുള്ള രീതി ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ അതിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗെയിം കളിക്കണമെന്ന രീതിയിൽ അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവിടുത്തെ ക്യാപ്റ്റൻ തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്യാപ്റ്റനെ ആർക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ക്യാപ്റ്റനെ ഇന്ന് അവിടെ ആരും നോമിനേഷൻ ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ ഈ വ്യക്തികൾ ഇത്രയും നമ്മുടെ അനീഷ് തറയിലിൻ്റെ പേര് തന്നെ ആയിരുന്നു ഫസ്റ്റ് എഴുതാനിരുന്നത്. അവർക്ക് അതിൽ പറ്റിയത് അവരിവിടെ തീർത്തിട്ടുണ്ട്. പക്ഷെ അത് നോമിനേഷൻ ചെയ്യപ്പെടാത്തത് കൊണ്ട് അത് മാത്രമേ എഴുതിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സിനിമാ നടനുണ്ടല്ലോ, പുള്ളിയുടെ പേര് അപ്പാനി ശരത്ത് അങ്ങനെ എന്തോ ഒരു പേര്, ഞാൻ പേര് വെച്ചിട്ടുണ്ട്, ഒരു മിനിറ്റ്. അപ്പാനി ശരത്ത്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അത്ര അങ്ങോട്ട് സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവിടെ ഇവിടെ നിൽക്കുന്ന മാതിരി ഒരു ഫീല് തോന്നി. ഇപ്പം തന്നെ അവിടെ ഒരു ഗ്രൂപ്പ് കളിയുടെ ആരംഭവും കാര്യങ്ങളൊക്കെ ആയി. അന്നേരം ഈ അപ്പാനി ശരത്തും അതുപോലെ ആ പുള്ളി പറയുന്നതിനെല്ലാം ഇങ്ങനെ എതിർത്ത് രീതി സംസാരിക്കുന്ന മാതിരിയും ഈ അഭിലാഷും അതുപോലെ എതിർത്ത് സംസാരിക്കുന്ന രീതിയും എനിക്ക് അങ്ങനെ ആ ഒരു ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇവർ രണ്ടുപേരുടെയും പേരെടുത്ത് പറയുന്നത്. ഈ അപ്പാനി ശരത്തൊന്നും ഒരിക്കലും ഈ ഒരു ഗെയിമിൽ കളിക്കാനായിട്ട് പറ്റിയ ഒരു വ്യക്തിയല്ലെന്ന് തന്നെ ഞാൻ എടുത്തു പറയാം. അതിനുള്ള ഒരു ധൈര്യം ഇവർക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൽ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ രേണുവുണ്ട്, അതുപോലെ കുറേ പിള്ളേർ സെറ്റും ഉണ്ട്. ആ പെൺപിള്ളേരും പിന്നെ 2 ആതിര നൂറ അങ്ങനെ പറയുന്ന ആ 2 പെൺകുട്ടികൾ, അതുപോലെ വേറൊരു പെൺകൊച്ച്, ഇവരൊന്നും ഈ ഒരു ഗെയിം കളിക്കുന്നതായിട്ട് ഇല്ലെങ്കിൽ ഇവരിത് കളിക്കാൻ വേണ്ടി വന്നതായിട്ട് എനിക്കൊരു ഫീല് വന്നിട്ടില്ല. ഇവരൊരു സ്ക്രീൻ പ്രസൻസിന് വേണ്ടി മാത്രം നമ്മളുടെ ബിഗ് ബോസിനകത്ത് വന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓരോരോ അപ്ഡേഷൻ ഇങ്ങനെ പറയുന്നത്. അവർ ഫുഡ് തന്നെ ആണെങ്കിൽ ഇന്ന് ഈ ഒരു ആഴ്ച അവർക്ക് ലക്ഷറി ഫുഡോ കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസ് ഈ പ്രാവശ്യം അവർക്ക് നൽകത്തില്ല. അതും അവർ ഓൾറെഡി അവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ കളിച്ചിരുന്നാൽ ഇവർക്ക് ഈ ഓരോ ടാസ്കും ഇവർ നേരിട്ട് മുന്നോട്ട് പരിശ്രമിച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വിജയം കണ്ടെത്താമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആരാണ് മുൻപന്തിയിലെത്താൻ പോകുന്നതെന്ന് നമുക്ക് ഇരുന്ന് കണ്ടറിഞ്ഞ് കാണാനേ പറ്റുകയുള്ളൂ. ഇപ്പം ആരെ നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ എടുത്തു പറയാം. കാരണം ഇപ്പം അവിടെ നിൽക്കുന്ന വ്യക്തികളൊന്നും ഇതിന് പറ്റിയ സൂട്ടബിളായ ഒരു വ്യക്തികളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പിന്നെ അതുപോലെ എടുത്തു പറയാനാണെങ്കിൽ നമ്മളുടെ ഒരു ബോംബെ എന്ന് വന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ വസ്ത്രദാനത്തെക്കുറിച്ച് ഷാനവാസ് എന്നൊരു പ്രസ്താവന അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കേരളമാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഷാനവാസിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെ ഇരുന്നതാണ്. കേരളത്തിൽ ഇപ്പം എല്ലാ സ്ഥലത്തെ ആൾക്കാരുടെയും കാര്യങ്ങളും ബിഗ് ബോസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇപ്പം ഈ കേരളത്തിലെ മാത്രം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ബിഗ് ബോസിനകത്ത് കയറാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലയാളികൾ ഏതെല്ലാം സ്ഥലത്തുണ്ടോ അവിടെയുള്ള എല്ലാവരും കാണുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അവിടെ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് ആ ഒരു ഇത് കാണിച്ചത് വളരെ മോശമായിപ്പോയി. ആ കുട്ടി അവിടെ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കളിച്ച് മുന്നോട്ട് പോകുന്നല്ല, പെട്ടെന്ന് ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഒരു മോശം രീതി പറഞ്ഞത് അത് മോശമായിപ്പോയി. ഒരു സ്ത്രീ എവിടെ നിന്ന് വസ്ത്രം ധരിച്ചാലും ഇല്ലെങ്കിൽ അവൾ ഒരു വൾഗറായിട്ട് വസ്ത്രം ധരിച്ചാലും അവളെ കാണുന്ന വ്യക്തികളിലാണ് അത് വൾഗറായിട്ട് തോന്നുന്നത്. ആ കുട്ടിക്ക് അത് വൾഗറായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ആ കുട്ടി ആ ഡ്രസ്സ് ധരിച്ച് അവിടെ വന്നിരിക്കുന്നത്. ഷാനവാസിന് അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഒരിക്കലും ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാൻ ഷാനവാസ് ആളല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സംസ്കാരമാണ്, ഇല്ലെങ്കിൽ ആ കൊച്ചൊരു മലയാളിയാണ്, അത് ആലപ്പുഴയിലാണ് സ്ഥലം, എല്ലാമാണ്. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാനല്ല ഷാനവാസ് ബിഗ് ബോസിനകത്ത് ചെന്നിരിക്കുന്നത്. ബിഗ് ബോസ് എന്നൊരു പ്രോഗ്രാമിൽ ഇല്ലെങ്കിൽ ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചിന്തിക്കുക. അവിടെ പല ആൾക്കാരും പല ഡ്രസ്സും ധരിക്കും. അതൊന്നും ഷാനവാസിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. കേരളത്തിൻ്റെ സംസ്കാരം ഷാനവാസ് പറഞ്ഞ് ആരെയും പഠിപ്പിക്കേണ്ട. ഓക്കെ, ഇതാണോ ഇനി രണ്ടാമത് പറയാനുള്ള കാര്യം. പിന്നെ ഈ ഒരു പ്രോഗ്രാം ഇപ്പോഴത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കുറച്ച് മരവാഴകളെ കണ്ടു. ഈ പ്രാവശ്യം നമുക്ക് ആ സെയിം തന്നെ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്ഡേഷനായിട്ട് ഉടനെ വരാം. ഇനിയിപ്പോൾ അവർക്ക് കുറേ ടാസ്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അന്നേരം അതിലേതാണ് ഇവർ കറക്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇവർ ആരാണ് വിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നതൊക്കെ നമുക്ക് ഇരുന്ന് കാണാം എന്ന് തന്നെ ഞാൻ പറയാം. അപ്പോൾ അടുത്ത അപ്ഡേഷനായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.